ಬಂಡಿ ಇರ್ತು ನಮ್ಮ ಹತ್ರ ಕ್ಯಾಶ್ ಇಲ್ಲ ಮತ್ತೆ ಇಲ್ಲಿ ಹಾಕಿ ತಗೊಳ್ಬೇಕು ಇಲ್ಲಿ ನಾವು ಬಿಡುವಂಗಿಲ್ಲ ಹಾಗೆ കണ്ട വേറൊരു തിളക്കം കിട്ടും മണ്ണിന്റെ പോടിടാ ഹുണ്ടേഷ് മകന്റെ മൂഞ്ചി ഗൈസ് റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് പോലീസ് നിർത്താൻ പാടില്ല അങ്ങനെ എന്തെല്ലാം ഇന്നത്തെ വീഡിയോ ദേവർമനെ മലിന്റെ മുകളിലേക്ക് പോയിട്ട് ലാസ്റ്റ് എൻഡില്ല അവിടെ പോയിട്ട് 3 ജാഗ പിന്നെ എന്ത് പറയുന്നത് ആ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ക്യാമ്പിംഗ് അല്ല, നമ്മൾ കാസർഗോഡ് പുതിയ സ്റ്റാൻഡിന്റെ മുകളിൽ NH-ലാണ് ഉള്ളത്. സ്കൂട്ടറിന് എന്തായാലും ഇപ്പോൾ അലൗഡ് അല്ല, കുറേ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. അതുപോലെ മാംഗ്ലൂരിൽ നിന്ന് റൈറ്റ് ആയിട്ട് ഓക്കെ വെയിലുണ്ട്, നല്ല വെയിൽ. നമ്മൾ മാംഗ്ലൂർ എത്തി. മാംഗ്ലൂർ പമ്പേൽ ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റ് പിടിച്ചിട്ട് 116 കിലോമീറ്റർ അതിനും ബാക്കിയുണ്ട്. ഫ്യൂലടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഫുൾ റണ്ണിങ്ങിൽ ഫുഡാക്കാനും ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഊട്ടം പാടാൻ വേണ്ടിയില്ല. വന്ന് ഫുഡ് വന്ന് സൈഡിൽ ചെണ്ടിയിൽ മോറു ബപ്പടോ ചപ്പടോ ബാക്കി ഫുഡാക്കി ബാക്കി പോകുന്നത് ഓക്കെ ബൈ ബൈ കേട്ടിട്ട് അങ്ങനെ ಮೂಟೆಲ್ಲ ಮಾಡಿದ್ದಾಯಿಲ್ಲ ಊಟ ಮಾಡಿದ್ದಿತ್ತು. ಊಟ ಮಾಡಿದ್ದಿತ್ತು ಫುಲ್ ಖಾಲಿಯಾಗಿ ಬ್ಲೂ ಬರೀ ಯೂಟ್ಯೂಬ್ಲ ಗೋಳಿ ಬಿಟ್ಟಿಗಾ രാവിലെ ട്രാവലിംഗ് ആക്കുന്നത്. ഇവിടുന്നൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? 35 ദാറ്റിയുണ്ട്. 35 ഇനി 65 അതുകൊണ്ട് 65 കിലോമീറ്റർ ആദ്യം പോകും. 65 കിലോ കത്തല പിടിച്ച് തൊണ്ടല്ലതായി ഫുള്ള് ഭയമില്ല, ഫുള്ള് നോക്കിയാണ് ഫുഡാക്കിയിട്ട്. അതെ പട്ടിണി ഇല്ലാതെ പോകുന്നത്. എഴുതല്ല വരുന്നത് ലെഫ്റ്റില്ല കൂടിയിട്ട് നമ്മളെ ലെഫ്റ്റിനുള്ളത് അതിൻ്റെ ഇടയിൽ പിന്നെ വഴിമാറിപ്പോയി കഴിച്ചു. ഇതായിരുന്നു ഹോട്ടൽ നമുക്ക് അറിയത്. അപ്പോൾ നമ്മൾ വന്നത് ആ ബസ് വന്നിട്ട് ആ ബസ് വരുന്നത് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഇടാനായിട്ട് നമുക്ക് പോകേണ്ടത് ഈ ലോറി വന്ന് ഈ റൂട്ടിലാണ്. നമ്മൾ നേരെ ഫുഡ് ആക്കിയാലോ അല്ലെ എനർജി എടുത്തിട്ട് അതിൽ പോയി. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ചാർമാടി കാട്ടി കയറി പുറത്തേക്ക് ചാർമാടി കാട്ടി ഏടോട്ടാ കൊണ്ടുവരാവാനാ പോസ്റ്റടി ഹൈ റേഞ്ച് കയറിക്കോണ്ടുണ്ട്. ടയറിന് കയറും അവരെ കൊണ്ടിട്ടുണ്ട്. ഇരുന്നിരുന്ന് കാലെല്ലാം ഒരു സൈഡായി, കാല് അനങ്ങുന്നില്ല, ഇങ്ങനെ ഉണ്ട് കാല്. വെള്ളം പോകുന്നേ നമുക്ക് പോകേണ്ട സ്ഥലമില്ല. ഇങ്ങനെ കാണാണ് ഇപ്പൊ എത്രയോ പോവാണ്ട് ഇങ്ങനെ. നെറ്റ്വർക്ക് ഇല്ലല്ലേ? ഇല്ല, നെറ്റില്ല. ലംബോർക്കിനിയാ അതിൽ ഫുള്ള് കുത്തി നിറച്ചിട്ടുണ്ട്. ഫുള്ളാളതിനുള്ളിൽ. അല്ല MVD. അയ്യോ നിർത്തിക്കോ. ഇല്ല ഇപ്പൊ നിർത്തിയോ? റെസ്റ്റ് എടുത്തു. ಅಲ್ಲ ನಾವು ಇಲ್ಲಿ
വെയിಲಲ್ಲ ಬಿಸಿಲಲ್ಲ ಸ್ವಲ್ಪ ನಿಲ್ಲಿಗೆ ಒಂದು ಹೋಗ್ತೇವೆ ಅಲ್ಲಿ ಹೋಗುದು ದೇವರ ಮನೆ ಹಾ ಫೈನ್ ಹಾಕ್ತೀನಿ ನಾನು 2000 ರೂಪಾಯಿ ಫೈನ್ ಹಾಕಿದೆ ಹೌದಾ ಹಾ ಓಕೆ ಹಾ ಕ್ಯಾಮ್ರಾ ವಿಡಿಯೋಗ್ರಫಿ ಇಲ್ಲ ഓഫ് ಆನ್ ಮಾಡ್ಬೇಕು അത് നമ്മളെ വണ്ടി സാറേ ഫൈനിടല്ലോ സാറേ മൂഞ്ചി ഗൈസ് റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് ഇതാ ഇവിടെ പോലീസ് നിർത്താൻ പാടില്ല അങ്ങനെ എന്തെല്ലാം ശരിക്കും നിർത്താൻ പാടില്ല നമ്മൾ പിന്നെ വെയിലല്ല കുറച്ച് നിർത്തി വീ നോക്കാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ക്യാമറ ഓഫ് ആക്കുന്നു ക്യാമറ കണ്ട പോലീസ് ഉണ്ട് ഫുള്ള് കഥ ആക്കും ഫുള്ള് കഥ ആ വണ്ടി നീ എടുത്തു നമ്മൾ നോക്കില്ല നമ്മളെ വണ്ടി എടുക്കോളം കാത്തത് പോടിടാ ഹുണ്ടായി മകൻ പോലീസ് 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 ഓറ് പാഞ്ഞോ വന്നത് പോലീസ് കണ്ടിട്ട് ഓരെന്തൊരു കയ്യിൽ ടൂളുള്ള എന്തുള്ളത് അത് കട്ട്ല ನಿಮ್ಮ ಇಂದ ಹುಳ್ಳಿ എന്തെല്ലാം പറഞ്ഞു ഇത്ര ഫൈന് ആടുന്ന് പിടിച്ച 2000 രൂപ ഫൈനല്ലോ ആട് നിർത്തിച്ചുണ്ട് നിർത്തിക്കാൻ പാടില്ല വണ്ടി കാല് പോകാൻ മാത്രം എന്ത് തണുപ്പ് പറഞ്ഞാ ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം കണ്ടിട്ടുണ്ട് അതേപോലത്തെ തണുപ്പ് രാവിലെ പോലീസ് ചെയ്തിട്ട് ഇവിടുന്ന് മുങ്ങാം ചോറ് ഈ കാട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പ് എന്ന് വെച്ചാൽ രാവിലെയും പിന്നെ രാത്രി റിട്ടേൺ പോകുന്നതാണ് എന്തായെങ്കിലും ലാസ്റ്റ് ചാർമാടി കാട്ടിയായി ബസ്സിൻ്റെ വരുത്ത് ബ്രേക്ക് ഉണ്ടല്ലോ അണ്ണേ ബ്രേക്ക് കാറിനെ കൊണ്ട് കട്ടിങ് ആ നമുക്ക് വിടാല്ല അങ്ങനെ ചാർമാടി കാട്ടി കഴിഞ്ഞു ചാർമാടി കാട്ടി കഴിഞ്ഞ പാട് കിട്ടുന്ന ഒരു ടൗണാണ് 3:38 ഓക്കെ മുമ്പ് ബോർഡ് ഉണ്ടായിരുന്നു ആ അതെ ബോർഡ് മാറിയിട്ടുണ്ട് చెప్పండి వస్తుంది భయ్యే వండి మసాలా పల్ల తుక్కు మసాలా బోర్డు బాబు రాంబకడ బాబా guys full prank this is my enjoyment റോട്ടിലെല്ലാം ഇങ്ങനെ ഫുള്ള് വൈബെടുത്താൻ പോകുന്നു ആൾക്കാർ മുണ്ടിയിട്ട് തമാശ രണ്ട് പേരുന്ന ഒരു ഹാപ്പിനെസ് നല്ലതാ കാര്യമായ ജാഗം വെച്ചാൽ ഇത് കാണിക്കല്ലോ കൃഷി കാണിക്കില്ല ഇത് അറിയല്ലേ ഓട്ടങ്ങളൊക്കെ പോയില്ല ദേവരമേന സ്പോട്ടിലേക്ക് എത്തി ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം മുമ്പ് വെച്ചാൽ ഒന്നും വേണ്ട ഫ്രീക്ക് കയറി പോവാം ടിക്കറ്റ് പാർക്കിങ്ങിന് പൈസ എല്ലാം ನಮ್ಮ ಹತ್ರ ಕ್ಯಾಶ್ ಇಲ್ಲ ಮತ್ತೆ ಇಲ್ಲಿ ಹಾಗೆ ತಗೊಂಡು ತಗೊಳ್ಬೇಕು ಇಲ್ಲಿ ನಾವು ಬಿಡುವಂಗಿಲ್ಲ ಹಾಗೆ ചായ വെക്കാനുള്ള വെള്ളം നടക്കുന്നുണ്ട് നല്ല ടൈം വരും 4 മണിക്ക് എത്തി അപ്പോൾ എന്നെ കുറച്ച് കയറാനുണ്ട് ചെയറും പിന്നെ അത്യാവശ്യം വെള്ളം സ്റ്റോക്ക് വെക്കുന്ന ഇതെന്തായാലും മുകളിൽ കൊണ്ടുവന്നില്ല ചങ്ങായി വന്നിട്ടുണ്ട് ചങ്ങായി വിളിച്ചില്ലല്ലോ നിന്നെ പിന്നെന്താ വന്നേ നിന്നെ വിളിച്ചില്ലല്ലോ തിന്നുന്ന സാധനം അതല്ലേ ബോക്സിക്കല്ലോ ആട്ടോ ചെയ്യുമ്പോൾ അതിപ്പോൾ നമ്മൾ ട്രക്കിംഗ് ആക്കുന്നുണ്ട് കയറുന്നുണ്ട് മുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഷോർട്ടുള്ള
റൂട്ടിൽ പോകുന്നത്. ഷോർട്ട് കട്ടാക്കി ശരിക്കയിലാണ് പോകുന്നത്. ടിക്കറ്റ് കൊടുത്തിട്ടില്ല. ടിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടാ. അവർക്ക് ഗൂഗിൾ പേ ഇല്ലല്ലോ, ക്യാഷ് തന്നെ. 5 പൈസ നല്ല GPayയിൽ സെറ്റ്. ഗൈസ് നേരെ ടോപ്പിലേക്ക് എത്തി. ഇത് കുറച്ച് ട്രക്കിങ് ചെയ്യാണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കറക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്പോട്ടിലേക്ക് എത്തിയാമോ. ആൾക്കാർ കല്ല് താഴെ വേണമെങ്കിൽ തീർന്നു നോയിക്കോണ്ട്. നടക്കാല അങ്ങനെ ഞമ്മ ഇപ്പോൾ പകുതി എത്തി ട്രക്കിംഗ് ആക്കിയിട്ട്. പണ്ട് ഇവിടെ എന്ത് കഥ ഉണ്ടായിട്ടാ ഇങ്ങനെ ടെൻഡെല്ലാം അടിക്കാൻ. ഇപ്പോൾ ഭയങ്കര ഫോറസ്റ്റർ അലമ്പാക്കുന്നല്ലോ. അജണ്ട നോക്കാനും എത്തിയതാ. ഇനി നാലാമത്തേത് കയറുന്നില്ല. ഞാൻ അപ്പടുത്ത് ഇനി രാത്രിയാവും ഇരുന്ന് കീയുമ്പോൾ. നോക്കിയപ്പോൾ ഒരു ഇരുട്ടായിട്ട് മെല്ലെ കീയണം. പാട്ട് വെക്കുമ്പോൾ അറിയുന്നില്ല. ട്രക്കിംഗ് ആക്കും നടക്കുമ്പോൾ അറിയുന്നില്ല. ഒപ്പം ഏതാ ഓക്കേ ശബാഷ് ബേച്ച്. മതി ബാബാ. എന്നിട്ട് അടുത്തൊരു വ്യൂ നോക്കാൻ എന്തോ ഉറപ്പാങ്ങ. ചായ വെച്ച് കുടിക്കാം. നല്ല സ്പോട്ട്. അതില്ലേ എനിക്ക് വേണ്ട ചായ. താഴെ പോണെങ്കിൽ പോയി. ഇതിനെ നോക്കണ്ട, ഒന്നും കിട്ടാല്ല. ആ സാധനം പോയെന്ന് വിചാരിച്ചെങ്കിൽ. ചായ റെഡിയായി. ചായ കുടിച്ചിട്ട് അതിനും കുറച്ച് നടക്കാണ്ട്. അതിന് രണ്ട് മലയുണ്ട്. ഒരു നേരത്തെ പറഞ്ഞില്ല 4ാമത്തെ മല. അത് ക്രോസാക്കി അതിൻ്റെ മുകളിൽ പോയി. എന്നിട്ട് 1 കഴിഞ്ഞ് 2, 3 അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആടുന്നു. ലാസ്റ്റത്തെ ഒരു വ്യൂ കാണിച്ചിട്ട് അതിന് മുമ്പ് ഇരുട്ടാവും തോന്നുന്നു. സൂര്യൻ ഇപ്പോൾ മല കവറായെങ്കിൽ പിന്നെ ഫുള്ളൊന്ന് കാണാം, ഇരുട്ടായിരിക്കും. പരമാവധി നമ്മൾ ശ്രമിക്കും. വഴി വാ, ചായ വഴി. ചൂടുണ്ടാ തണുപ്പോട്ട് ഇതിലേക്ക് മുക്കുന്നു വേണ്ടല്ലേ? വേണ്ട, ഫുൾ മണ്ണ തണുക്കിട്ട് നമുക്കപ്പോൾ കുറച്ച് റിലാക്സേഷൻ ആക്കാം. സ്ഥലം അങ്ങനത്തെ തട്ടില്ല. പക്ഷെ ക്യാമറയിൽ അത്ര കുണ്ടായിട്ട് കാണുന്നില്ല. പേടി ഇരുന്നിട്ട് ചായ ഇട്ടൊരു കുടി ഒരു ഫീല്. തണുപ്പ് ചൂട് പോയി പോയി. എന്നിൻ്റെ ഇത് ഫുള്ള് ചായപ്പൊടിയല്ലോ. പെട്ടെന്ന് ആ സ്ഥലം ഒന്ന് കവറാക്കിയിട്ട് ഇറക്കിയാണ് നമുക്ക്. കുറച്ച് ടീമല്ലോ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെയർ മാത്രം എടുക്കാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രക്കിംഗ് കണ്ടിന്യൂ ആക്കുന്നു. സൂര്യൻ പോയി, സൂര്യൻ മല കവറാക്കിയതിനെ. എൻഡിലേക്ക് കാണുന്ന പോലെയല്ല, നല്ല ലെങ്ത് ഉണ്ട്. ഇരുട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഫിനിഷ് ആക്കുക അങ്ങനെ പറഞ്ഞത്. എന്തോ എന്താ പണ്ടടാ. ഓ വാ, വീഡിയോ എടുക്കുന്നുള്ളത് തോന്നുന്നു. സ്റ്റോറിക്കുള്ള വകുപ്പ്. ഓക്കെ, ഞാനപ്പോൾ ഒന്ന് ഫിനിഷ് ആക്കട്ടെ. അതിൻ്റെ ആ കാണുന്നതിൻ്റെ മുകളിലെത്തിയെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള സീന് കിട്ടും. ഓ, ഫാരിസിനെ കാണുന്നില്ലല്ലോ. ഫാരിസാ, എന്തായാലും ഫാരിസ് ഞാൻ എന്തായാലും എൻ്റെ പോന്ന്. അതിന് മുമ്പ് നോക്കിയിട്ട് വെച്ചിട്ട് പോവാം. അതാകുമ്പോൾ അവനക്ക് എത്തുമ്പോൾ എന്തായാലും കോണ്ടാക്ട് കിട്ടും. എന്തായാലും അവൻ ഇതിൻ്റെ മുകളിലേ പോവും. 7 ഓക്കെ റെഡി. ഞാനിവിടെ വെക്കുന്നില്ല, എനിക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ സിഗ്നലിൻ്റെ ഇതുണ്ട്, അതാവുമ്പോൾ ശ്രദ്ധിക്കും. ഓ, നല്ല കോണേ.
പാരിസാ ഡേയ് പാരസ് കേൾക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഒറ്റക്കായ. വാടാ ഞാൻ നടക്കുന്നു വാ. വാക്കിട്ടാക്കി വെച്ചിട്ടുണ്ട്. വാക്കിട്ടാക്കി ഇതൊരു താഴെ ഉണ്ട് എടുത്തോ. ഓക്കെ ഇടുന്നല്ല താഴെ വേണമെങ്കിലേ കത്തുമോക്കെ. നമ്മൾ കഴിഞ്ഞ എന്താ ഞങ്ങൾ 4ാമത്തെ വീഡിയോ ഉണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൂടെ അതിൻ്റെ ലിങ്ക് ഇടാം. ഞങ്ങൾ അത് ഷൂട്ടാക്കാൻ വിചാരിച്ച സ്ഥലം ഇതായിരുന്നു. പക്ഷേ എന്നാൽ ലോഡും കൊണ്ടല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റും കാര്യങ്ങളും ഒഴിവാക്കിയതാണ്. ഇതാകുമ്പോൾ നല്ല സ്പോട്ട് ലെവൽ സ്ഥലമുണ്ട്, നല്ല സീനറി. ഇതിൻ്റെ എൻഡ് കംപ്ലീറ്റ് ആണ്. കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. എല്ലാം എഴുതിയിട്ടുണ്ട്. കിട്ടിയാ വാക്കി ടോക്കി കിട്ടിയാ? என்னங்க சொல்லுடா. ഓ കിട്ടി. ആ ഓക്കെ. വാവ് നൈസ്. നീ എവിടെയുള്ള? ഞാൻ പോയിക്കോളുണ്ട്. നിന്നെ കാണുന്നില്ലല്ലേ? നീ എന്തായിക്കാ ഇത്ര നേരം അവിടെ? എന്ത് വീഡിയോ? ഞാൻ എന്താക്കിയൊരു ഒതുക്കെടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടാ ബാക്ക് അടിച്ച്. ആ ഓരങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ, പേടിയാന്നല്ലോ. വരുമ്പോ റിട്ടേൺ പോകുമ്പോ നൈറ്റ് ആവല്ലേ, ഇരുട്ടാവല്ലേ. ഒരു ടോർച്ച് ഒന്നില്ല, ഫോൺ മാത്രമല്ല. അതിൽ ചാർജ് ചെയ്തിട്ടല്ലോ മറ്റേ ഹോട്ടലിൽ എടുത്ത് വീഡിയോ എടുത്തിട്ട് പോലീസ് ഉണ്ട്. ഇവര് വേറെ പോലീസോടുള്ള പെട്ടെന്ന് പറയാം. എവിടെയാ പോലീസ്? എവിടെ ഉള്ളത്? വെറുതെ ആരും നമ്മൾ ലൈനിൽ കയറി ഹൈ റേഞ്ച് ആയിട്ട് കിട്ടുന്നത് തോന്നുന്നു. ഇടക്കിടക്ക് കിട്ടും. 5 കിലോമീറ്റർ ഉണ്ടല്ലോ. ആ ഗ്രീൻ ലൈറ്റ് കത്തുന്നില്ല, അപ്പോഴാണ് അവർ മുന്നിൽ കണക്റ്റഡ് ആയിട്ടുള്ള. ಏನ್ ಮಚ್ಚ? ಇದು ನಕ್ಕಿಟ್ಟು പറയാ. ಹಲೋ ಮಚ್ಚ, ಏನ್ ಮಚ್ಚ, ಎಲ್ಲಿದ್ಯಾ? ಯಾರು ಪೇರು ಹೆಸರು മാറ്റി കോഡ് മാറ്റി. മെയിൻ എൻഡ് കാണിക്കാൻ പറയും. ഇതാണ് മെയിൻ എൻഡ്. ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഓരോ കല്ല് വെച്ചിട്ട് പോകും മുകളിലേക്ക്. എല്ലാവരും ഓരോ കുറെ പേരെഴുതിയിട്ടുണ്ട്, കാണുന്നില്ല. എടുത്തത്ത് കാണില്ല, എടുത്തെത്തുമ്പോ അപ്പത്തെ വലക്കുമ്പോഴേ പോവാ. പക്ഷെ താഴേക്ക് ഭയങ്കര ടാസ്ക്, അത് റിസ്ക് എടുക്കുന്ന അല്ലടാ. ലാസ്റ്റ് എൻഡ് ഇതാണ്. എൻഡ് എടുത്തേക്ക് സൂര്യപ്രകാശത്തിന്റെ ഇതുണ്ട് മുകളിലേക്ക്. കാണുന്നില്ല, റെഡ് കാണുന്നില്ല. റെഡ് ആ ഒരു ഇതിൽ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. അതിൽ കുറച്ച് തിരിച്ചു പോകുമ്പോൾ ടോർച്ചയിൽ എടുത്തിട്ടുണ്ട്. ടോർച്ച് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ലൈറ്റ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സിഗർ ലൈറ്റ് എല്ലാം ഉണ്ട് സെറ്റപ്പ്. റെഡ് ഫ്ലാഷ് ലൈറ്റ്, എമർജൻസി. ഇവിടെ എമർജൻസി വെച്ചിട്ട് കാര്യമില്ല, ആർക്കും എന്താ അറിയാലോ. അറിയില്ല, ഞാൻ രണ്ടാലും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ എല്ലാം പോയി. ഇവിടുത്തോളം അങ്ങനെ ആരും എത്തലില്ല. ഈ നമ്മളെ പോലത്തെ കുറച്ച് ഭ്രാന്തന്മാർ വന്നിട്ടാണ് ഇങ്ങനെ കല്ല് കൂട്ടിയിട്ട് എടുത്തതാ. ഞാൻ ഒരു കല്ലിടാം. എടുത്തോ. വേറെ എന്തെങ്കിലും കൊണ്ടുണ്ട്. ഇതെൻ്റെ കല്ലാപ്പാ. നീ വന്നിട്ട് ഏറ്റവും മുകളിൽ എൻ്റെ കല്ല്. ടോർച്ച്, എൻ്റെ ടോർച്ച് കൊണ്ടുവരും. തിരിച്ച് ഫോറസ്റ്റിൻ്റെ കൂടെ കണ്ടെങ്കിലേ പ്ലക്കാക്കും. പിന്നെ ഇപ്പം സിഗ്നൽ കൊടുക്കണ്ടേ, നമുക്ക് ഒളിച്ചിട്ട് ഇറങ്ങാം. പിന്നെ ഒരു ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡെയിലി വേണമെങ്കിൽ ഇറങ്ങി പോവാം. അടുത്തൊക്കെ എത്തണമെന്നില്ല ആ ഒരു ഏരിയ സ്പോട്ടിൽ. കാക്കടമല ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കുറച്ചൊന്ന് റെസ്റ്റ് ആകെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ നേരത്തെ വെച്ച കല്ലില്ലേ, അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ളത്. തണുത്തിട്ട് ലൈറ്റ് അടിക്കുന്നത് നോക്കുള്ളൂ. കാണുന്നുണ്ടോ? ഫ്ലാഷ് ഞങ്ങൾക്ക് മറ്റേത് സിഗ്നൽ തരുന്നിട്ടുണ്ടാവുമല്ലേ. സംഭവം എന്താ അറിയോ, ഇവിടെ ഫോറസ്റ്റ് ആകുമ്പോൾ എത്ര 9-10 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഇങ്ങോട്ടേക്ക് എന്താ വിളിച്ചാൽ കേൾക്കാം, സൗണ്ട് കേൾക്കാല്ലേ. അങ്ങനെ ഒരു സിഗ്നൽ തരുന്നില്ല. നമ്മൾ രണ്ടെല്ലാം കാണുന്നുണ്ടാവും. ലൈറ്റ് റീഫ്ലഷ് അങ്ങോട്ട് കാണുന്നുണ്ടാവും. നമ്മൾ ഇവിടെ ലൈറ്റ് വെച്ച് ഫ്ലാഷ് വെച്ചത്. ഇങ്ങോട്ട് പെട്ടെന്ന് വരാകല. മല 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 4 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് നടക്കാൻ. ടോർച്ച് അടിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം പോകണം. ഇപ്പോൾ നമ്മൾ ലൈറ്റ് താഴെ വെച്ചിട്ടുള്ളത്, കുറച്ച് ഇരുന്നിട്ടുള്ളത്. അത് ഒരു കണ്ടൊക്കെ കുഴപ്പം. അതുകൊണ്ട് ലൈറ്റ് ഇങ്ങനെ മുകളിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അടിക്കുന്നുണ്ടാവും.
അങ്ങോട്ട് ക്യാമറ വെച്ച് കാണിക്കാലുമ്പോൾ വേണ്ട, അങ്ങോട്ട് ലേറ്റ് ഇതാവും. സംഭവം കുറേ ലോങ് ഉണ്ട് ഇവിടുന്ന്. നമ്മൾ തിരിച്ച് അതേ റൂട്ടിൽ പോണിപ്പോൾ. അപ്പോൾ പോകുന്ന സീനെല്ലാം ഞാൻ ഇതാക്കി തരാം. എന്ത് പോകുന്ന റൂട്ട് കാര്യങ്ങൾ ഈ രാത്രി പോകുന്നത് വേറെ ഇതാണ്. ഫോറസ്റ്റിന് കാട്ട് പിടിക്കുന്ന വെള്ളം തീർന്ന് ഇനി നടക്കുക 4 കിലോമീറ്റർ. വെള്ളം നമ്മുടെ വണ്ടിയിലുണ്ട് 8 ലിറ്ററിൻ്റെ ഒരു ഇതുണ്ട് കേട്ടെ, ക്യാന് അതിൽ ലോഡാക്കാം. അത് ലോഡാക്കി ഇപ്പോൾ ആർത്തിൽ എത്തണ്ട. ഇപ്പോൾ അങ്ങ് പോകുന്നുണ്ട്. തണുപ്പ് കയറിയിട്ടില്ലേ. നമ്മളെ ലൈറ്റ് ചാർജ് 2 ടോർച്ച് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ചെറിയ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പോകുന്ന റൂട്ടൊന്ന് കാണിച്ചു കൊടുക്കും. കാണുന്നുണ്ടോ? ഇങ്ങനെ പോകണം. നോക്കിയിട്ട് പോവാം. കല്ല് കുണ്ട് ആണ് കാണുന്നത്. കല്ലല്ലേ ഇത്? അതായത് തോന്നുന്നു സ്വർണ്ണ നോക്കിയാ, സ്വർണ്ണത്തിൻ്റെ വല്ല വില നോക്കിയാ കുറച്ച് നോക്കിയാ. അപ്പം കല്ലിലിടാ പാറലർക്ക് അതിൽ 916 ഉണ്ടാ നോക്കിയാ. 6 ഉണ്ടില്ല നോക്കാം. കൺഫേമായി. ഇവിടുത്തെ മണ്ണിൻ്റെ എല്ലാം ഒരു തിളക്ക വേറെ എന്നതാ. കുറച്ച് ലോങ് ചരിച്ചിട്ടടിക്ക്, താന്നിട്ട് ഇരുന്നടിക്ക്. നിൽക്കാം, ബ്രൈറ്റ്നസ് വർക്കിട്ട്. ആ കണ്ടോ, വേറെ തന്നെ ഒരു തിളക്കം എടുത്ത മണ്ണിൻ്റെ ഒരു. അങ്ങനെ വണ്ടിയിലൊക്കെ എത്തി. ഫുള്ള് കോട, ഫുള്ള് കോട മഞ്ഞിതാ, മഞ്ഞ് പോന്നെ. ഹെൽമെറ്റെല്ലാം ഫുള്ള് ചണ്ടയിട്ട് സീറ്റ്. അപ്പോൾ നമ്മൾ ചാർമാടി കാട്ടി എത്തുന്നതിന് മുമ്പ് അപ്പോൾ ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അടിക്കുന്നുണ്ട്. നമ്മൾ ചെറിയല്ലേ, തണുപ്പല്ലേ, ഫുള്ള് ഓണായിട്ടുള്ളത്. നമ്മൾ ചേട്ടനോട് ഫുള്ള് ചോദിച്ചു, ചേട്ടൻ അങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ലവ് ആയിട്ട് ഇവിടെ സെറ്റിലായതാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ്റെ ഫുള്ള് കുറച്ച് ഹിസ്റ്ററി കൂടി നമുക്ക് കവറാക്കാം. വാ, എവിടെ ഇരി, വാ ചേട്ടാ. ചേച്ചീനെ വളച്ചൊരു ഇത് പറ. ആ വളച്ചൻ്റെ ഒരു ഇത് ലൈൻ അടിച്ച് ഇഷ്ടപ്പെട്ട് ടിമ്പർ ഓടിക്കാൻ വന്നല്ലേ. അങ്ങനെ ടിപ്പർ ഓടിക്കാന്, ടിമ്പർ മരത്തിന് പണിയാ. അങ്ങനെ അപ്പൊ പെണ്ണ് നോക്കി, അങ്ങനെ സെറ്റായി. ആ സൈഡിലുള്ള പണി എടുക്കാൻ പോകുന്നില്ല. എത്ര വയസ്സില് ആര്? നിങ്ങളെ ഇത് എൻ്റെ 27 വയസ്സിൽ. 27 വയസ്സില്. ഓ 27 യെസ്, അതന്നെ. അപ്പോഴാണ് നിങ്ങൾ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെ ലവ് സ്റ്റാർട്ട് ചെയ്യാൻ ലവ് ഒരു 5 വർഷം ലവ് ആയ മേലെ മംഗലാക്കി. 32 വയസ്സിൽ കല്യാണം കഴിച്ച്. അങ്ങനെ കല്യാണം കഴിച്ചല്ല, അവരാരും അങ്ങനെ സമ്മതിച്ചിട്ടില്ല മംഗലാക്കാൻ വേണ്ടി. അങ്ങനെ നൈറ്റ് ധർമ്മസ്ഥലം. ആ കുട്ടിയുണ്ട്, കുട്ടി മംഗലായി. ഒരു കൊച്ചുണ്ട്, കുട്ടിയുണ്ട്. ചെക്കന് ചെന്നൈയിൽ നിന്ന് കല്യാണമാക്കി, മംഗലാക്കിയിട്ട്. കണ്ണൂർ ചെന്നൈ ഫുള്ള് ബ്രാഞ്ച് അല്ല. അവൻ്റെ ബേക്കറി ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അവിടെ ലവ് ആക്കിയിട്ട് അവൻ അവിടെ കുട്ടി. ചേട്ടനെ കുറച്ച് സ്റ്റോറി ചുരുക്കി വളച്ചൊടുക്കി പറഞ്ഞതിന് നന്ദി. ചേട്ടൻ്റെ മകന് ഫുള്ള് ലവ് ആണ്. ചേട്ടൻ കർണാടകയിലും മകന് ചെന്നൈയിലും. ഓക്കെ, അപ്പം നമുക്ക് വിടാല്ലേ. അപ്പം ചേട്ടൻ അങ്ങനെ ഹായ് പറഞ്ഞല്ലേ. ചേട്ടനെ കണ്ടുപിട്ടിയതിനെ കുറച്ചൊരു സ്റ്റോറി കുറച്ച് എൻജോയ്. ഓ നിങ്ങളുടെ പേര് ജോയ്. എൻജോയ്. ജോലി എടുക്കുന്ന സ്ഥലം ഇവിടെ അപ്പുറം കാണുന്ന ഹോട്ടലില്ലേ, നമ്മുടെ ആൾക്കാർ. കീഴിൽ അവിടെ ഒരു ഹോട്ടലാണ്, അതിൽ നമ്മുടെ ആൾക്കാർ. അപ്പം ഞങ്ങൾ വിടുന്നു കൊറേ പോകാണ്ടോ തന്നെ. ആ ശരി, നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കാൻ പോയാണ്. ഇന്നത്തെ വീഡിയോ എടുത്ത് ഞങ്ങൾ ഏട്ടനെ കണ്ട് ലാസ്റ്റ് എടുത്ത് സെറ്റായി. ഫുള്ള് ലവ് സ്റ്റോറി കേട്ടല്ലോ. ഫുള്ള് ഇങ്ങനെ ലവ് എല്ലാം ആക്കണം. മോന് ചെന്നൈയിൽ എൻജോയ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ബെല്ലൈക്കൺ അമർത്തുക. ഗ്രീൻ ട്രാവൽ 24.